Hi, welcome to Lash Class. BA English Third Semester Language in Actionile വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ലിറ്റററി ക്രിറ്റിക്കും തിയറിസ്റ്റുമായ ടെറി ഈഗിൾട്ടൺ എഴുതിയിട്ടൊരു എസ്സേ ആണ്. നമ്മളിവിടെ ആ എസ്സേയുടെ ഒരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. In What is Literature, Terry Eagleton examines the classifications of literature. ഈ എസ്സേക്കകത്ത് ലിറ്ററേച്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു റൈറ്റിങ്ങിനെ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. He notes that traditional definitions such as literature being imaginative or fictional writing are inadequate. അപ്പോൾ പരമ്പരാഗതമായിട്ട് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് പറയുന്നത് ഇമാജിനേറ്റീവ് ഓർ ഫിക്ഷണൽ റൈറ്റിംഗ് എന്നുള്ളതാണ്. അതായത് സങ്കല്പിച്ച് എഴുതുന്ന കാര്യങ്ങളാണ് ലിറ്ററേച്ചർ എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ട് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഡെഫിനീഷൻ. അപ്പോൾ ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു അത്തരത്തിലുള്ളൊരു ഡെഫിനീഷൻ യഥാർത്ഥത്തിൽ ലിറ്ററേച്ചറിനെ ഇൻഎഡിക്വറ്റ് ആണ് അല്ലെങ്കിൽ അപര്യാപ്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്. Eagleton points out that many canonical works included under the banner of literature are not strictly fictional. അപ്പോൾ ഈഗിൾട്ടൺ പറയുന്നത് പ്രശസ്തമായിട്ടുള്ള പല സാഹിത്യകൃതികളും ഫിക്ഷണൽ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന കാര്യം നമുക്ക് കാണാമെന്നാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സങ്കല്പിച്ച് എഴുതുക എന്നുള്ളത് ലിറ്ററേച്ചറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ മാനദണ്ഡമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, English 17th century literature includes not only Shakespeare and Milton, but also Bacon's essays, Bunyan's autobiography, and Donne's sermons. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള എക്സാമ്പിൾസ് അദ്ദേഹം പറയുന്നു. 17ാം നൂറ്റാണ്ടിലുള്ള പ്രശസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഷേക്സ്പിയറും മിൽട്ടണും എല്ലാം വരുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ തന്നെ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ നമുക്കറിയാം, ലേഖനങ്ങൾ എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ട് ഉള്ള എഴുത്തല്ല, അതിനകത്ത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഷ കൊണ്ട് നമ്മളത് ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ചില ഓട്ടോബയോഗ്രഫികൾ, അതുപോലെ സെർമൺ എന്ന് പറയുന്നത് ഈ കുർബാന പ്രസംഗം എന്നൊക്കെ പറയുന്ന പോലെ മതപരമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെയും ചിലത് നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ നമുക്ക് കുറച്ചുകൂടി പരിചയമായിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത് ഒരാളുടെ ഡയറിയാണ്, പക്ഷെ നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസ് കാഫ്കയുടെ പ്രണയലേഖനങ്ങൾ നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്തുള്ള കുറച്ച് എക്സാമ്പിൾസ് അദ്ദേഹം എടുത്ത് പറയുന്നു. Similarly, French literature of the same period comprises philosophical writings, personal letters and theological texts. അപ്പോൾ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കണ്ടതുപോലെ തന്നെ ഫ്രഞ്ച് ലിറ്ററേച്ചറിനകത്തും ഇതുപോലെ ഫിക്ഷണൽ അല്ലാത്ത, സാങ്കല്പികമല്ലാത്ത പേഴ്സണൽ ആയിട്ടുള്ള ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാം. നമ്മൾ അബ്ദുൽ കലാമിൻ്റെയൊക്കെ ആ ഓട്ടോബയോഗ്രഫിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ these examples demonstrate that the category of literature cannot be limited to works of fiction or imaginative writing. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ട് എഴുതുന്നൊരു കാര്യം എന്ന രീതിയിൽ നമുക്ക് ലിറ്ററേച്ചർ നിർവചിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം പല ആളുകൾ എഴുതുന്ന കത്തുകളും അതുപോലെ തന്നെ എസ്സേയ്സും ചില ആളുകളുടെ ഓട്ടോബയോഗ്രഫിയൊക്കെയും നമ്മൾ അല്ലെങ്കിൽ ഡയറി കുറിപ്പുകളൊക്കെ തന്നെ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സാങ്കല്പികമായിട്ട് എഴുതുക എന്നുള്ളത് ലിറ്ററേച്ചറിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈഗിൾട്ടൺ കണ്ടിന്യൂസ് ബൈ ചലഞ്ചിങ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഫിക്ഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യത്തെ നമുക്ക് സാങ്കല്പികമാണോ വസ്തുതയാണോ എന്ന് വെച്ചുകൊണ്ട് ലിറ്ററേച്ചർ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കാര്യത്തെ നമുക്ക് സാങ്കല്പികമെന്നോ വസ്തുതയെന്നോ പോലും നിർവചിക്കുന്നതിൽ പരിമിതികളുണ്ട് എന്നാണ്. He explains that such a binary is historically unstable and culturally variable. ഇത്തരത്തിൽ നമുക്കൊരു കാര്യത്തെ വസ്തുതയാണോ സാങ്കല്പികമാണോ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടും സാംസ്കാരികവുമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ വീക്ഷണങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകുന്നതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈവൻ ടെക്സ്റ്റ് ലൈക്ക് ദ ബൈബിൾ ഓർ ഗിബ്സൺസ് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ ആർ സബ്ജക്ട് ടു വേരീഡ് റീഡിങ്സ്.
അപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് ബൈബിൾ പോലുള്ള മതഗ്രന്ഥങ്ങൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ടുള്ള ഒരു എഴുത്താണ്. അതിനകത്ത് എഴുതിയിട്ടുള്ളതെല്ലാം വസ്തുതകളാണ്. എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് അത് സാങ്കല്പികമായിട്ടുള്ള എഴുത്താണ്. അത് ലിറ്ററേച്ചറായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യകാല ചരിത്ര രേഖകളൊക്കെ തന്നെയും ഈ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ചരിത്ര രേഖകൾ രാജാവിനെ സ്തുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാജാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ എഴുതുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എത്രമാത്രം വസ്തുതയുണ്ട്, എത്രമാത്രം സാങ്കല്പികമാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. Readers will consider them as history, theology or literature depending on the reader's standpoint. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നു. പൊതുവിൽ നമ്മുടെ പോയിന്റ് ഇതാണ്: ബൈബിൾ പോലുള്ള മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ രാജഭരണ കാലഘട്ടത്തിലുള്ള ചരിത്രരേഖകളോ ഒക്കെ തന്നെയും പല ആളുകളും അത് വസ്തുതയാണെന്ന് പറയുന്നു, പല ആളുകളും അത് സാങ്കല്പികമാണെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു കാര്യത്തെ സാങ്കല്പികമാണോ വസ്തുതയാണോ എന്ന് നിർവചിക്കുന്ന പോലും സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഫർദർമോർ, നോട്ട് ഓൾ ഫിക്ഷൻ ഈസ് കൺസിഡേർഡ് ലിറ്ററേച്ചർ. ഇതുകൂടാതെ തന്നെ സാങ്കല്പികമായിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളെയും ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. Pulp fiction or comic books, despite being fictional, are typically excluded from the literary canon. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് പൾപ്പ് ഫിക്ഷൻ അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യം അല്ലെങ്കിൽ നമ്മൾ പൈങ്കിളി കഥകൾ എന്നൊക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോമിക് ബുക്സ്, നമ്മുടെ സൂപ്പർമാൻ അതുപോലെ തന്നെ സ്പൈഡർമാൻ തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ, ചിത്രകഥകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സാങ്കല്പികമായിട്ട് എഴുതുന്നതാണെങ്കിലും അവയൊന്നും തന്നെ നമ്മൾ ലിറ്റററി തിയറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ അവയെ അങ്ങനെ കണക്കാക്കാറില്ല. ഓൺ ദി അതർ ഹാൻഡ്, works considered factual, such as theological or philosophical treatises, often find their place within it. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള വർക്കുകളോ അല്ലെങ്കിൽ തിയോളജിക്കൽ റിലീജിയസ് ആയിട്ടുള്ള വർക്കുകളോ ഒക്കെ തന്നെയും നമുക്ക് ലിറ്ററേച്ചറായിട്ട് കണക്കാക്കാനും സാധിക്കും. This undermines the idea that fictionality or imagination alone can define literature. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു കാര്യം ഫിക്ഷൻ ആണോ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ആണോ അല്ലെങ്കിൽ ഫാക്റ്റ് ആണോ എന്നുള്ളത് ഒരു കാര്യത്തെ ലിറ്ററേച്ചർ ആണോ അല്ലയോ എന്ന് നിർവചിക്കുന്നുള്ളൊരു ഘടകമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. Eagleton then explores a different criterion, the linguistic quality of literature. അപ്പോൾ ഫാക്റ്റ്, ഫിക്ഷൻ എന്നീ കാര്യങ്ങൾ ലിറ്ററേച്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നതിലെ മാനദണ്ഡമല്ലെങ്കിൽ പിന്നെ എന്താണ് മാനദണ്ഡമായിട്ട് വരുന്നത് എന്നാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ക്വാളിറ്റി അല്ലെങ്കിൽ ലിറ്ററേച്ചറിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയിലെ സവിശേഷതയാണ് അതിനെ ലിറ്ററേച്ചർ ആക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഡ്രോവിങ് ഓൺ റഷ്യൻ ഫോർമലിസ്റ്റ് റോമൻ ജേക്കബ്സൺ, ഹി പ്രപ്പോസസ് ദാറ്റ് ലിറ്ററേച്ചർ ഈസ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. റഷ്യൻ ഫോർമലിസം എന്നൊരു ലിറ്റററി തിയറിയിൽ അഭിപ്രായപ്പെടുന്നത് പോലെ ലിറ്ററേച്ചറിനെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയുടെ ഉപയോഗമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ലിറ്റററി ടെക്സ്റ്റ്, അൺലൈക്ക് എവരിഡേ സ്പീച്ച്, ഡിസ്പ്ലേ ഹൈറ്റൻഡ് അറ്റൻഷൻ ടു ഫോം, റിതം ആൻഡ് ടെക്സ്ചർ. നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഭാഷണത്തിലെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയാണ്, അതുപോലെ തന്നെ റിതമാണ്, വാക്കുകളാണ് ലിറ്ററേച്ചറിനകത്ത് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. They transform ordinary language into something that calls attention to itself. അപ്പോൾ ഈ സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു പ്രത്യേകത അനുഭവപ്പെടുന്ന തരത്തിലാണ് ഈ ലിറ്ററേച്ചറിനകത്ത് ഭാഷ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. റഷ്യൻ ഫോർമലിസത്തിൽ അതിന് ലിറ്ററാറിനെസ് എന്നാണ് പറയുന്നത്. For instance, a poetic line like "Though still unravished bride of quietness" stands apart from everyday utterances due to its aesthetic and linguistic complexity. അതിൻ്റെ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് "Though still unravished bride of quietness" എന്നുള്ള ഒരു പോയട്രി എന്നുള്ള ലൈനാണ്. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്നുള്ള പോയറ്റ് എന്നുള്ള വരികയാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് മൗനത്തിൻ്റെ പതിവ്രതയായ പത്നി എന്നാണ് നമുക്ക് ഈ ഒരു വരിയുടെ മലയാളം പരിഭാഷയായിട്ട് പറയാവുന്നത്. അപ്പോൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം മൗനത്തിൻ്റെ പതിവ്രതയായ പത്നി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അത് സാധാരണ സംഭാഷണമല്ല, അത് ലിറ്ററേച്ചറാണ് എന്നുള്ളത്. ഇവിടെ അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത്, അദ്ദേഹം ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇന്ന് ബസ് സമരമാണ് എന്ന് പറയുമ്പോൾ അത് ലിറ്ററേച്ചർ അല്ല, അത് നോർമൽ കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഈ മൗനത്തിൻ്റെ പതിവ്രതയായ പത്നി എന്നൊക്കെ വിളിക്കുകയാണ്
ആണെങ്കിൽ അത് ലിറ്ററേച്ചർ ആണെന്നുള്ളത് നമുക്കതിൽ ഭാഷയുടെ ഒരു ഉപയോഗം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇൻ ദിസ് വ്യൂ ലിറ്ററേച്ചർ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ കണ്ടന്റ് ബട്ട് ബൈ ദ വേ ലാംഗ്വേജ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ നമ്മൾ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത് അതിലെ ഭാഷ ഉപയോഗിക്കുന്നതിലെ സവിശേഷത കൊണ്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കാണുന്നത് എന്താണ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവിൽ ട്രഡീഷണലി നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിച്ചെഴുതുന്ന അല്ലെങ്കിൽ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായത്തെ ഇദ്ദേഹം ചലഞ്ച് ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകളുടെ ഡയറികൾ, കത്തുകൾ, അതുപോലെ ആത്മകഥകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ കോമിക് ബുക്ക്, അതുപോലെ തന്നെ പൾപ്പ് ഫിക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്കാക്കാത്തതിനെക്കുറിച്ചും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ചില കാര്യങ്ങളെ ബൈബിൾ പോലെയുള്ള പുസ്തകത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ് നമുക്ക് ഫാക്റ്റ് ആണോ ഫിക്ഷൻ ആണോ എന്നുള്ളത് പോലും നമുക്ക് സാംസ്കാരിക വീക്ഷണം അനുസരിച്ചുകൊണ്ട് മാറ്റം വരുന്നതാണ് തുടങ്ങിയിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. പൊതുവിൽ പറഞ്ഞു വയ്ക്കുന്നത് ഒരു കാര്യത്തെ ലിറ്ററേച്ചർ ആക്കുന്നത് അതിലെ ഭാഷ ഉപയോഗിക്കുന്നതിലെ വ്യത്യസ്തതയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം നിർവചിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.